ഗുഡ് മോർണിംഗ്. ഇന്ന് ഹാഫ് ഡേ 11 o'clock കഴിഞ്ഞു, 11:30 കഴിഞ്ഞു കേട്ടോ. കാരണം 12 o'clock ആവുന്നു. അത് വെതർ നോക്ക്, മഴ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, ആ സെയിം കോൾഡ് വെതർ. ഓക്കെ, സോ ഞാൻ ഫുള്ള് ഇന്ന് കുറച്ച് ലെയർ ക്ലോത്ത്സ് ഇട്ട്. ഓക്കെ, തണുപ്പിന് വിൻ്ററിന് നമ്മൾ വലിയൊരു എന്താ പറയുക കോട്ട് ഇടുന്നതിൽ കുറച്ചുകൂടെ വാം കിട്ടും നമുക്ക്. തിൻ ലെയർ ക്ലോത്ത്സ് ഇൻസൈഡ്, 2-3 ഇൻസൈഡ് ആൻഡ് പിന്നെ ജാക്കറ്റ് ഇടുമ്പോൾ. ഓക്കെ, സോ എന്നാലും കുളിച്ച് അവർ മുടിയൊക്കെ ഇതാക്കി തന്നോണ്ട് ഡ്രയർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഡ്രയർ യൂസ് ചെയ്തില്ല, എൻ്റെ അഹങ്കാരം. ഈ വെതറിന് വേണേൽ യൂസ് ചെയ്യാം. ഓ പാവം, എൻ്റെ മുടിയൊക്കെ തോർത്തി തന്ന് ഒരു അമ്മയുടെ ഒക്കെ എന്നിട്ട് ഇപ്പം 2 ദിവസമായി. എന്നിട്ടും എന്നോട് പറഞ്ഞു അവിടെ നിന്ന് മാപ്പ് എടുത്ത് തീരെ ഈ കോൾഡും വെതറും ഇതുമായതുകൊണ്ടായിരിക്കും. മാപ്പ് എടുത്തിട്ട് പിന്നെ എന്താ പറയുക ഫോട്ടോ എടുത്ത് ഇതാക്കി. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട്, ഇല്ലില്ല എന്നാലും എന്നും പറഞ്ഞിട്ട് എടുപ്പിച്ച്. അത് പാവം ഇറങ്ങാൻ ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ സമയം ഓരോന്ന് അതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, എനിക്ക് സങ്കടവും സന്തോഷവും ഒരുപോലെ വന്നു. ഓക്കെ, കാരണം ഇതുപോലെ രാജ്യത്ത് 1000 കാതമല്ല, എത്രയോ മൈലല്ല, എത്രയോ കിലോമീറ്റർ ലെൻസാവും ഇവിടെ ഒക്കെ പോകുന്നില്ല. സോ ഇത്രയും ദൂരെ വന്നിട്ട് നമ്മളെ കെയർ ചെയ്യാനും എന്താ പറയുക. ഓക്കെ, ഗോഡ് ഗ്രേസ്. ഇതൊക്കെ സക്കൂറയാണ് ഞാനതാ നോക്കിയത്. ഇപ്പോഴത്തേക്ക് നാളത്തേക്ക് ഞാൻ പോകും. അപ്പോഴത്തേക്ക് ഇതെല്ലാം ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ എന്ത് രസമായിരിക്കും ഈ വഴിയും കാണാൻ. അതാ നമ്മൾ ഇന്നലെ പോയ ഹില്ല് ഞാൻ നോക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതാ ഇവിടെ ഉണ്ട്, കണ്ട ഹില്ല് അറച്ച് പൂത്ത് നിൽക്കുന്നത്. ഓക്കെ, പിന്നെ ഇന്നലെ നൈറ്റിൽ ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ കാരണം ഞാൻ അവിടെ കിടക്കുമായിരുന്നു വെറുതെ. അന്നേരം വന്ന് വിളിച്ച് ഞാനൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്ന് ലെമൺ സൂപ്പ് ഉണ്ടാക്കി തന്നു. ഓക്കെ, സോ ലെമൺ സൂപ്പ് ഞാൻ കാണിച്ചു തരാം. അതൊക്കെ നന്നായിട്ട് ഉണ്ടാക്കി തന്നു. ഇന്ന് 2 ഗസ്റ്റും കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, കപ്പിൾ. അപ്പം അവരൊക്കെ ജാപ്പനീസായിരുന്നു. ഇവിടെ വന്നവർ അതിന് മുമ്പുണ്ടായിരുന്നു 2-3 പേര്. ഞാൻ പറയാം വന്ന ദിവസം വന്ന്. അപ്പോൾ അവരും ഒക്കെ ജാപ്പനീസ് സ്കൂളിൽ ഇന്ന് ഞാൻ കണ്ടു മറ്റേ റൂംസൊക്കെ. അതൊക്കെ ഇല്ലേ എന്താ പറയുക, ചെറിയ ബെഡും ഇതുമൊക്കെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഒരു റൂമിൽ 3-4 പേരൊക്കെ എങ്ങനെയാണ്. ഒരിടത്ത് 2 ബെഡ്, ഒരിടത്ത് ഇങ്ങനെ മേപ്പോട്ടുമുണ്ട്. ഓക്കെ, സോ അങ്ങനെയൊക്കെ അവർ എന്താ പറയുക പിള്ളേരൊക്കെ വരുമ്പോൾ മീൻസ് ടീൻസാണ് കൂടുതൽ വന്നത് അവിടെ. പിന്നെ അവർ പറഞ്ഞു ഫോറിനേഴ്സ് നന്നായിട്ട് വരും. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ആയോ എന്നൊരു സംശയം. ഓക്കെ, അങ്ങനെ എന്താ പറയുക ഭക്ഷണം കഴിപ്പിക്കുന്നു. ഇന്ന് ഞാൻ കണ്ടില്ലേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും അറ്റ് എ ടൈം കഴിക്കുന്നത് ശരിക്കും ഞാൻ കഴിക്കത്തില്ലെന്നില്ല, എനിക്കെല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല എനിക്കങ്ങനെ ഡയറ്റ് പ്ലാൻ ഒന്നുമില്ല. പക്ഷേ എനിക്ക് എല്ലാം വേണ്ടത് ഇത്തിരി മതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, ഐ ഹാവ് ടു ഗോ ദേർ. ഞാൻ അവിടെ സക്കൂറ കണ്ടുകൊണ്ട് ഞാൻ വേണേൽ അങ്ങോട്ടങ്ങ് പോകും. എന്താ സക്കൂറ മരങ്ങൾ, അത് നല്ലൊരു ആംബിയൻസ് ഏരിയയാണ്. കണ്ടോ നോക്ക്. ഇത് ഞാൻ പറഞ്ഞില്ലേ എല്ലാ റെസിഡൻഷ്യൽ ഏരിയയാണ്, ട്രഡീഷണൽ ജാപ്പനീസ് ഹൗസസ് ആണ്. ഓക്കെ, അതിൻ്റെ കൾച്ചറാണ് എല്ലാം അത്രയും ക്വയറ്റായിട്ട് ആരും ഇല്ല പുറത്തൊന്നും. ഇതുപോലെ ഇവരെങ്കിലും കുറച്ച് ഡോഗ്സിനെയും കൊണ്ട് വാക്കിങ്ങിന് വരും ആരെങ്കിലുമൊക്കെ. അത് മസ്റ്റാണല്ലോ, ഡോഗ്സ് പെറ്റ്സ് ഉള്ളവർക്ക് അറിയാതെ മസ്റ്റാണ്. പിന്നെന്താ പറയുക, പിന്നെ എല്ലാ വണ്ടിയും എപ്പോഴും ഏത് ഡെയിലി, ഇന്നലെയൊക്കെ സൺഡേ ആണെന്ന് പറയുന്നത്, വൺഡേ ഇല്ല, എല്ലാ ഡെയിലും പുറത്ത് തന്നെയുണ്ട്. ഓക്കെ, ആരും കാറല്ലല്ലോ അത് ഉപയോഗിക്കുന്നത് ഇവിടെ. ഈ ഏരിയയിൽ ബസ്സാണ്, കാര്യം ട്രെയിൻ അധികമില്ല. ഓക്കെ, ഇവിടെ ബസ്സാണ്, ചെറിയ ഏരിയ അല്ലേ, അതുകൊണ്ട് ബസ്സാണ്. അങ്ങനെ ഇന്ന് പിന്നെ ഞാൻ എന്താ
കാരണം ഈ വെതറും കൂടെ രാവിലെ മതി. ഞാൻ പറഞ്ഞ് രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നാൽ ചുമ്മാ അങ്ങ് കിടന്നു പോകും. കാരണം പിന്നെ ഇത് എന്നിട്ട് ചോദിച്ചു എപ്പോൾ വരും അതൊക്കെ ബാക്കിയുള്ളവരൊക്കെ വന്ന് പോകുന്ന ഹായ് പോലും പറയുന്നില്ല. ചിലർ ഹായ് പറഞ്ഞു പോകുന്നു എന്നല്ലാണ്ട് ആരുമായിട്ടും യാതൊരു ഇതുമില്ല. ഒന്നാമത്തെ കാര്യം ഇവരുടെ ലൈഫ് ഇവർ ചെറുതിലേ തൊട്ട് കഴിഞ്ഞ പ്രത്യേക ലൈഫാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഗേഷ്യ അല്ലെങ്കിൽ അവർ മേക്കോ എന്ന് പറയുന്നത് അവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് എന്താ പറയുക ഒരു 10 വയസ്സ് താഴെയാകുമ്പോൾ തൊട്ട് ട്രെയിൻ ചെയ്ത് തുടങ്ങുന്നതാണ്. ചിലതൊക്കെ 5-6 വയസ്സ് തൊട്ട് തുടങ്ങും ഡാൻസ് പാട്ട്. ഓക്കെ, സോ അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കും. കാരണം എത്ര പറഞ്ഞാൽ റോഡ് ഇതായി പോയതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ട്രെയിനിങ്ങും പിന്നെ അത് കഴിഞ്ഞാൽ ഇവർ മൈക്കേ എന്നും അറിയപ്പെടും ഇവർ കേട്ടോ. ഇവർ കൂടുതലും പേര് ഒരു ബസ് പോയി ആൻഡ് ഗോ നോ ബിക്കോസ് പിന്നെ വേറൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഐ ഹാവ് ടു ചെക്ക് വിച്ച് റൂട്ട് ഐ ഹാവ് ടു ടേക്ക്. ഓക്കെ, അപ്പം അങ്ങനെ അതുകൊണ്ട് അവർ ആ ഒരു എന്താ പറയുക മിക്കവാറും പേര് കല്യാണം കഴിക്കില്ല. ഓക്കെ, അവർക്ക് അങ്ങനെ ഒരു എന്താ പറയുക ലൈഫ് അഫയേഴ്സ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കൂടുതലും. ഓക്കെ, സോ അങ്ങനെയൊക്കെയാണ് അതൊക്കെ. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, ഒരു പ്രത്യേക അവർക്ക് ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അത് ആകപ്പാട് ഈ സ്റ്റേഷൻ വരെ അറിയാം, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇന്നലെ ഞാൻ കുറേ സംസാരിച്ചു. ഞാൻ വിശേഷം വന്നിട്ട് ഞാൻ പറയാം കുറേ കാര്യങ്ങൾ. ഓക്കെ, കാരണം എനിക്ക് ഐ ഹാവ് ടു ചെക്ക് ദ റൂട്ട്. ഓക്കെ, ഞാൻ അങ്ങനെ അവിടുന്ന് ഒരു ബസ് കയറി എന്താ പറയുക ഇത് ഇനോഷിമ സ്റ്റേഷനെത്തി. കണ്ട് ഈ ബസ്സാണ് ഞാൻ വന്ന ബസ്സാണ് കിടക്കുന്നത്. ഇതാണ് ഇനോഷിമ സ്റ്റേഷൻ, ഇവിടെ ട്രെയിൻ സ്റ്റേഷൻ. പക്ഷെ എനിക്ക് ട്രെയിനിൽ പോകേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ലേറ്റ്. ഓക്കെ, ഇനി അത് കമാപ്പുറ സ്റ്റേഷനിലോട്ട് പോകുന്നു തിരിച്ച്. ഓക്കെ, സ്റ്റേഷൻ. എനിക്ക് ട്രെയിൻ പിടിക്കണം കേട്ടോ. ഞാൻ പോകുന്നില്ല. പക്ഷെ കാരണം ഈ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വലിയ കഷ്ടം. ഓക്കെ, സോ ഒഡാക്യു ഗേറ്റ് സ്റ്റേഷൻ, ഹിനോഡൻ ഫുജിസാവ സ്റ്റേഷൻ. ഓക്കെ, ഹിനോഡൻ ഫുജിസാവ സ്റ്റേഷൻ. വേറെ ഹാവ് ടു ഗോ ദാറ്റ് ലൈൻ. ഒരു വിഷയമില്ല, നല്ല തണുപ്പ്. എവിടോട്ടാ പോകുന്നതെന്ന് അറിയാതെ ഒരു പോക്കാർ. മറ്റേത് നടക്കാനാണ് കുഴപ്പമില്ല, ട്രെയിൻ പിടിച്ചു തന്നെ എനിക്കത്. ഓക്കെ, സി സോറി, ഇത് ആ ട്രെയിൻ തന്നെയാണ് കേട്ടോ. അതുപോലത്തെ ഒരു ട്രെയിനാണ്. ആ ട്രെയിൻ സ്റ്റേഷനിൽ നിന്നാണ് കമാപ്പുറ. നോക്കട്ടെ, ഞാൻ കയറി വരുന്നു. ഓക്കെ, ഞാൻ ഇവിടെ ക്രോസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, രണ്ട് സൈഡിലും ട്രെയിൻ വരും. ഓക്കെ, സി ഇതാണ് കമാപ്പുറ സീസൈഡ് സ്റ്റേഷൻ. ഓക്കെ, ക്രോസ് ചെയ്യട്ടെ. അധികം ട്രെയിനൊന്നും വരില്ല. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം. എനിക്കറിയില്ല, ദിസ് ഇസ് ഫസ്റ്റ് ടൈം ഹിയർ.
പക്ഷെ ആ കടല് കാണാം. ഓക്കെ. ആ ട്രെയിൻ വരുന്ന അടുത്തതായി ഈ കുഞ്ഞു കുഞ്ഞു ട്രെയിനാണ് ഈ വരുന്നത്. ഇപ്പൊ ഞാൻ പാളത്തെ നിൽക്കുമായിരുന്നു, ഇപ്പൊ ഇങ്ങോട്ട് മാറിയതേ ഉള്ളൂ. ഇതാണ് സീ സൈഡ് ട്രെയിന്. ഇവിടെ ട്രെയിന് ഇതാണ്ട്, അവിടെ സീ കണ്ടോ, കടല്, റോഡ്, നടുക്ക് റോഡും. ഇതാ രണ്ട് കളർ നോക്ക്, രണ്ട് ട്രെയിൻ യോജിപ്പിച്ച് പോകുന്നു കണ്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, തണുത്ത് മരവിക്കുന്നു. ഒപ്പം ഈ സമയത്ത് തന്നെ ഈ വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അതായത് ഇവിടെ വരെ വരണമെന്നുണ്ടായിരുന്നു. അത് സീ സൈഡിൽ വന്നു നോക്കി. നല്ല തണുപ്പ്, നല്ല തണുപ്പും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് സീ സൈഡ്, കമാത്ര സീ സൈഡ്. ഓക്കെ, നല്ല എന്നിട്ടും ജനം ഭൂമിക്കുന്നു. പക്ഷെ രക്ഷയില്ല, നല്ല നല്ല ആംബിയൻസ് ആണ്. അല്ലെങ്കിൽ വിജയത്തിൽ നടക്കാനൊക്കെ വാക്കിംഗ് ഒക്കെ ഭയങ്കര നന്നായി. എനിക്ക് ഇവിടെ റൂം കിട്ടാഞ്ഞത്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ആദ്യം നോക്കിയത് ഇവിടെ ഉണ്ടെങ്കിലും എന്നും വാക്കിങ് വരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ വേണ്ട, നന്നായി അവിടെ ആയിരുന്നു. ലൈറ്റ് ഹൗസ് ഒക്കെ കാണാം. അതായത് എല്ലാം ഓക്കെ. ചെറിയ ട്രാക്കാണ്. ചെറിയ ട്രാക്കിനകത്ത് രണ്ട് ട്രെയിൻ, ഒന്ന് ഞാൻ നിൽക്കുന്നത്, ഒന്ന് അപ്പുറത്ത്. ഓക്കെ, അതായത് ഒരു ട്രാക്കേ ഉള്ളൂ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാനായിട്ട്. ഇവിടാണ് രണ്ട് ട്രാക്ക് വന്ന് ചേരുന്നത്. ഓക്കെ, സോ ഇനി മുമ്പോട്ട് പോകുന്നത് ഒരു ട്രാക്ക്. സി സസ്പെൻഷൻ ഹിയർ. സി കണ്ടോ, ട്രാക്കില്ല, രണ്ട് സൈഡിലും വീടുകളാണ്, ഫുള്ള് വീടുകളാണ്. നമുക്ക് ഇവിടെ നമുക്ക് ഒരു ട്രാക്ക്. ഓക്കെ, ഞാൻ അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പം പോകും.
ここ入れたいのかな。そうだ、花がないよ。ちょっと。もうね、私、全然やりたくないからと思うけど、家までと。この電車はサマンスナ行きです。まもなく発車となります。お待たせいたしました。次は由比ヶ浜で向かいます。お出口は右側です。The next station is 由比ヶ浜 EN13. これ僕よ。閉まります。സ്റ്റേഷനൊന്നുമില്ല അവിടെ. ഈ സ്റ്റേഷനല്ലേ ആക്ച്വലി ഇതാണ് സ്റ്റേഷൻ. ഇത് ഞാൻ സെക്കൻഡ് ടൈമാണ്. ഓക്കെ, ലാസ്റ്റ് ടൈം വന്നതാണ്. പക്ഷെ അത് JR ലൈനിലാണ് വന്നത്. ഈ ട്രെയിനിലല്ല വന്നത്. ഓക്കെ, അവിടെ ഉണ്ട്. അത് അവിടെ JR ലൈനിൽ പോയാലുണ്ട്. ഓക്കെ, അത് ഇത് കുഞ്ഞി അറിയാലോ, ഒരു നാരോ ഒരു എന്താ ട്രാക്ക്. സംസാരിക്കാൻ വയ്യ, ഫുള്ള് ഇതാവുന്നു കേട്ടോ. അതെ, യൂറോപ്പ് വിൻ്റർ മാതിരി ഞാൻ നല്ല സമ്മർ പ്രതീക്ഷിച്ച് വന്നതാണ്. ഓക്കെ, രക്ഷയില്ല. ഐസിലൊക്കെ പോലെ ഇവിടെ കൂടെ ഞാൻ നടന്നതും വീഡിയോ എടുത്തതും ഒക്കെ അന്ന് കുറേ സ്ട്രോബെറിയും ആപ്പിളും ഒക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നേ ഉള്ളൂ ഇവിടെ എടുത്തതുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താ പറയാ, നല്ല സമ്മറിലായിരുന്നു ഞാൻ വന്നത്. ഇപ്പൊ ഐ ഡോണ്ട് നോ, ഐ നീഡ് സംതിങ് ഫ്രം ഫാമിലിയുമായിട്ട് പ്ലേറ്റ് എടുക്കുന്നു പോകാം. ഭയങ്കരമായിട്ട് സോ വിൻഡി ആൻഡ് കോൾഡ്. ഓക്കെ, ഫാമിലിയുമായിട്ട് എന്തെങ്കിലും ചൂടോടെ കിട്ടും, നോക്കാം. ഓക്കെ, ഞാനൊരു ഗ്രില്ഡ് ചിക്കൻ്റെ മേടിച്ചു. ഓക്കെ, സോ അത് പൈസയൊന്നും എടുക്കാൻ വയ്ക്കും, ഓയിനെടുക്കാൻ നോക്കിയിട്ട് കൈ തണുത്തതാണ് തിരിക്കുന്നത്. ഓക്കെ, സോ കുറച്ച് ചിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു ബൈറ്റ് എടുത്തു, പക്ഷെ വലിയ രക്ഷയില്ല. ഓക്കെ, സോ കോൾഡ് ഔട്ട്. ഇൻവേഷൻ ഇലക്ട്രിക് റെയിൽവേ ആണ് നമ്മൾ വന്നത്. ഓക്കെ, ഓക്കെ, ദിസ് ഈസ് വാട്ടർ.
ഫാമിലി മാർട്ട്. Home. ഹലോ. ഓക്കെ, പുള്ളിക്കാരത്ത് മാത്രമേ ഉള്ളൂ, ഗസ്റ്റ് ഒന്നും ഇല്ല അവിടെ. ഹലോ, എവിടെ പോയി? ഓക്കെ, ഇനി ഞാൻ പോയപ്പോഴേ ലുക്ക് ചെയ്ത. ഹലോ, ഹലോ, ബെല്ലൊന്നും ഇല്ല. ബൾബൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് വൈകുന്നേരം ഇട്ട് ഇറങ്ങത്തേ ഇല്ല. ഒരു മിനിറ്റ് നോക്കട്ടെ. പാട്ട് വേണ്ടി സോറി. Oh, Bell is here. Okay. Cuckoo. Okay. Okay. So ബെല്ല് വെച്ചിരിക്കുന്നത് ഇവിടെ. ഓക്കെ, ഞാനത് ഇതുവരെ യൂസ് ചെയ്തിട്ടേ ഇല്ല. അയ്യോ, ഓക്കെ ഓക്കെ ഓക്കെ, ഐ എം കമ്മിങ്. സോ ഫ്രീസിങ്. Oh, it's freezing out there. Oh, wow. Okay, okay, okay. Okay, yeah. Okay, then. Okay. Okay. I okay. First, yeah. Okay, somebody said. Okay. Okay, ഫൈനലി റൂമിലെത്തി. നല്ലൊരു കോഫിയൊക്കെ കുടിച്ച് പുള്ളിക്കകത്ത് അവിടെ. ആക്ച്വലി ഇന്നൊരു ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ. ഓക്കെ, അപ്പം രാവിലെ ഞാൻ പോവല്ലേ, ഭയങ്കര വെയിറ്റാണ്. നാളെ ഞാൻ കയറി വന്നപ്പോൾ അവിടെ ഒരു ഫോറിനർ ഒരു അത് ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഇരുന്ന് അവിടെ എന്തോ ലാപ്ടോപ്പിലൊന്നും വർക്ക്. എനിക്ക് താഴെ എന്തോ ഇച്ചിരി നെറ്റ്വർക്കൊക്കെ കിട്ടും. ഓക്കെ, പെട്ടെന്ന് വന്നും പോയിരിക്കും, അങ്ങനെ എന്തോ ആണ്. ഓക്കെ, സോ അപ്പം നമ്മൾ നെക്സ്റ്റ് മീറ്റ് പുള്ളിക്കാരത്ത് അടുക്ക് ഇപ്പോണ്ട്. എന്നിട്ട് അപ്പം അപ്പം എന്നോട് ഞാൻ ചോദിച്ച് പേര് നമ്മൾ ഫോർമൽ പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് എവിടെ നിന്നാണ് ചോദിച്ചപ്പോൾ നെതർലാൻഡ്സിലാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇയറിൽ ഞാനുണ്ടായിരുന്നു, ഒക്ടോബറിൽ ഞാൻ നെതർലാൻഡ്സ് ഉണ്ടായിരുന്നു. ആഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞു. ഓക്കെ, പിന്നെ അപ്പോൾ ഞാൻ കോഫി മേടിച്ചു. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഞാൻ പോവാം, ഞാൻ റൂമിലിരുന്ന് കാര്യം പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് എനിക്ക് ഇങ്ങനെ താഴെ ഇരുന്ന് ഇതാക്കാൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒന്ന് ഫ്രഷപ്പ് ആവണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കോഫി കൊണ്ട് ഞാൻ പോവാം. പറഞ്ഞപ്പോൾ ബാക്കി എൻ്റെ എന്താ പറയുക ഷോളും ഇതുമൊക്കെ അവിടെ കിടക്കുകയായിരുന്നു. അതെല്ലാം ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് എന്നിട്ട് പറഞ്ഞ് അത് സ്നാക്സൊക്കെ വേഗം ഓടിക്കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന്. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എന്നോട് ഇരിക്കുക. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്നത്, ഇതൊരു മദർലി ഫീലിംഗ് ആണ്. ഓക്കെ, സോ ആക്ച്വലി ഷീ ഈസ് സോ സ്പെഷ്യൽ, ഷീ ഈസ് സോ നൈസ്. ഓക്കെ, കാരണം അവർ എത്രയോ ഗസ്റ്റിനെ കാണുന്നതാണ്, എത്രയോ പേര് ഞാൻ കണ്ടതാണ്. ബാക്കിയുള്ളവരൊക്കെ വന്ന് പോകുന്നു വരുന്നു എന്നുവെച്ചാൽ ഉള്ളവർ ആരും. പക്ഷേ അവർ ഇന്നലെ പറഞ്ഞു, ഇന്ന് ഞാൻ മറന്നുപോയി, പുറത്തിറങ്ങിയപ്പം പറയണമെന്ന് വിചാരിച്ചാൽ മറന്നുപോയി. ഐ വിൽ ക്രൈ വെൻ ഐ റിമെമ്പർ യു എന്ന് പറഞ്ഞു. ഓക്കെ, സോ അതാണ് എൻ്റെ ഒരു ഓക്കെ ഐ ഫീൽ മീൻസ് ലൈക്ക്
ഓക്കെ, അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ. ഓക്കെ, ഓൾ. ഞാൻ ഡിന്നർ എന്തെങ്കിലും സ്പെഷ്യൽ ഞാനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ ഡിന്നറൊന്നും ഇല്ല കേട്ടോ, പക്ഷേ എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് ഞാൻ പോയിട്ട്. ഇപ്പം ഞാൻ രാവിലെ ഞാൻ പറഞ്ഞ ബ്രെഡ് നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം എനിക്ക് എഗ്ഗും ബ്രെഡും ഉണ്ടായിരുന്നു. മതി, എന്തെങ്കിലും നോക്കാം. അല്ല, ഇന്നലെ റാമൺ സൂപ്പ് ഒരു വലിയ ബൗള് എനിക്കത് വേണ്ട അത്രയും കഴിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടും അവരതൊന്നും, പക്ഷേ കഴിച്ചപ്പോൾ കഴിച്ചു കേട്ടോ. നല്ല അങ്ങനെ ഒരു ഗുണമുണ്ട് ഇവിടെ. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ഫുൾ മീൽ മേടിച്ച് ഞാൻ ഇവിടുന്ന് ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചാൽ പോലും മേടിച്ചു കൊണ്ടുവന്ന് വെച്ചാൽ അത് അവിടെ ഇരിക്കും. ആദ്യം പകുതി കഴിക്കും, പിന്നെ അവിടെ ഇരിക്കും, പിന്നെ പോകുമ്പോൾ എടുത്ത് കളയേണ്ടി വരും. അങ്ങനെയാണ്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.